തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പ്രസംഗങ്ങൾക്ക് എന്നും വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രസംഗങ്ങൾ കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിട്ടുമുണ്ട്. തിരുവനന്തപുരം കോവളം മണ്ഡലത്തിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെ റെക്കോർഡഡ് പ്രസംഗം ആളുകളെ പിടിച്ചിരുത്തിയ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വേദി കോവളം നിയോജക മണ്ഡലത്തിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടന സമയം കഴിഞ്ഞ് 1 മണിക്കൂറായിട്ടും എത്തിയില്ല. പ്രവർത്തകരും അണികളും അണമുറിയാത്ത ആശങ്കയിൽ. കാത്തിരുന്നുമെടുത്തവർ ഓരോരുത്തരായി പോകാനൊരുങ്ങി. വിരസത മാറ്റാൻ മൈക്ക് ഓപ്പറേറ്റർ ആംപ്ലിഫയർ ഓണാക്കിയപ്പോൾ പാട്ടിന് പകരം കേട്ടത് പ്രസംഗം. ഈ കേരളത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയ സംഭാവന എന്താണെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒന്നല്ല, 100 അല്ല, 1000 അല്ല, 10,000 കുട്ടികൾ ഈ ക്ലാസ് മുറികളിൽ. നോക്കുമ്പോ വേദിയിൽ ആരുമില്ല. ഈ പ്രസംഗം എവിടുന്ന്? വിരസതയിലകപ്പെട്ട അണികൾ ഊർജം പകരാൻ പാർട്ടി പ്രവർത്തകൻ നിസാമുദ്ദീന്റെ ഒരു ചെറിയ സൂത്രപ്പണി. ആവേശം കൊള്ളിച്ച ഒരു ഇടതുപക്ഷ പ്രസംഗം യൂട്യൂബിൽ അങ്ങ് പ്ലേ ചെയ്തു. സംഭവമേറ്റു. പ്രവർത്തകർ കൂട്ടമായി സദസ്സിലേക്ക് എത്തി. സദസ് നിറഞ്ഞു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിൽ തന്നെ ജനിക്കണം, ഈ ചെങ്കൊടി തന്നെ പിടിക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് ഉദ്ഘാടകനെത്തി. പിന്നാലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും. ചെറിയ മഴയിലും കൺവെൻഷൻ കളർഫുള്ളായി. 24 തിരുവനന്തപുരം.